ഹലോ ഫാമിലി, എല്ലാവർക്കും മലയാളം ത്രോട്ടലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും എൻ്റെ ഹാർട്ട്ഫുൾ ആയിട്ടുള്ളൊരു താങ്ക് യു പറയട്ടെ. കാരണം ഒരു 100 സബ്സ്ക്രൈബർ ഉള്ളൊരു ചാനലിന് ഒരു 1.5K വ്യൂസ് ഒക്കെ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ആ സപ്പോർട്ട് കാണിച്ച എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാനൊരു ഭയങ്കര വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് വെച്ച ഒരു 5 ഫ്ലോപ്പ് ബൈക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കണം ഹാൻഡ് പിക്ക് ചെയ്യാൻ മാത്രം ഒരു ഫ്ലോപ്പ് ബൈക്സ് ഒന്നും അങ്ങനെയല്ല. കാരണം ഈ ബൈക്സിന് യാതൊരു വിധത്തിലുള്ള ഒരു കുറ്റമോ കുറവോ ഉണ്ടായിട്ടല്ല ഈ ബൈക്സ് ഒന്നും ഫെയിലായിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു വസ്തുത. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കുകൾ ഇറങ്ങിയ ടൈമിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ശരിയല്ലാത്തതുകൊണ്ടും അങ്ങനത്തെ പല റീസൺസും കൊണ്ട് ഈ ഇത്രയും നല്ല ബൈക്സ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഡിസപ്പിയർ ആയി. എൻ്റെ ആൾക്കാർ അത് ജെന്യുവൻ റീസൺ ആണ്. കാരണം അതായത് ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സർവീസ് സെൻറ്റേഴ്സും പാർട്സും എല്ലാത്തിൻ്റെയും അവൈലബിലിറ്റി നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോൻ്റെ ഇമ്പൾസ് ആണ്. ഇപ്പോൾ ആ ടൈമിൽ ഇമ്പൾസ് വന്നിരിക്കുന്നത് നമുക്കൊരു 13 BHP നമുക്ക് അതിൻ്റെ പവർ കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് 13.4 Nm ഓഫ് ടോർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഒരുപാട് കൂടുതലും അല്ല, ഒരുപാട് താഴെയല്ല. കാരണം ഒരു 149cc എഞ്ചിനാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ എക്സ്പൾസ് വന്നിട്ടുണ്ട്, ഹിമാലയം വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇമ്പൾസിൻ്റെ ആ ഒരു ഫാൻ ബേസ് ഇപ്പോൾ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. വണ്ടി നമ്മൾ ഫസ്റ്റ് 2011 വണ്ടി ഇറങ്ങുന്നത്. ആ സമയത്ത് ഇതിന് 66,000 രൂപ മാത്രം വില ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആൾക്കാരിന് 1 ലക്ഷം 1.5 ലക്ഷം വരെ ഈ വണ്ടിക്ക് ആൾക്കാർ കൊടുത്ത് വാങ്ങുന്നുണ്ട്. കാരണം അത്രത്തോളം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ആൾക്കാർക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ ഹീറോൻ്റെ ആ ഒരു എൻജിനും ആ ഒരു പാർട്സിൻ്റെ ആ ഒരു അവൈലബിലിറ്റിയും എല്ലാം ഉണ്ട്. കാരണം എക്സ്പൾസിൻ്റെ കുറേ പാർട്സ് ഇമ്പൾസിന് സൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ കാര്യം. ആക്ച്വലി അതായത് ഈ 2011 സമയത്ത് ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള ഈ അഡ്വഞ്ചർ ബൈക്ക് കാറ്റഗറി ഒന്നും അവിടെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ഇങ്ങനെ ഓഫ് റോഡ് അടിക്കണം എന്നൊരു മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇമ്പൾസിൻ്റെ കാര്യം. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ബൈക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബൈക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബൈക്കായിരുന്നു. പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ആയി. നമ്മുടെ മഹീന്ദ്രൻ്റെ മോജോ ആണ്. ഇപ്പോൾ മഹീന്ദ്ര മോജോ ഇറങ്ങിയത് 2015 ഒരു 294cc എഞ്ചിനായിരുന്നു. ആൻഡ് ഒരു 23.37 BHP നമുക്ക് അതിൽ കിട്ടുന്നുണ്ടായിരുന്നു പവർ. അത്യാവശ്യം നല്ലൊരു പവർ ഫിഗർ തന്നെയാണ്. ആൻഡ് ഒരു 25.96 Nm ഓഫ് ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഒരു ഡീസൻറ്റ് ടോർക്കും ഡീസൻറ്റ് പവറുള്ളൊരു വണ്ടിയായിരുന്നു മോജോ. അതിൻ്റെ സൗണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റോ ആയിട്ടുള്ളൊരു സൗണ്ടായിരുന്നു. അതായത് നമുക്കൊരു മോജോ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സൗണ്ടായിരുന്നു മോജോൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതായത് മഹീന്ദ്ര ആ സമയത്ത് 3 2 വീലേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഗസ്റ്റോ, നമ്മുടെ സ്കൂട്ടറാണ്, ഗസ്റ്റോ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു സെഞ്ചൂറോ വേണ്ടൊരു മോഡൽ ബൈക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഈ മോജോ ആയിരുന്നു. ഈ 3 വണ്ടികളാണ് മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നത് ആ ടൈമിൽ. നമുക്കറിയാം മഹീന്ദ്ര ഒരു 4 വീലർ ഒരു കിങ് ആണ്. പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എന്തോ പരാജയമായിപ്പോയി. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു 2 വീലേഴ്സും മഹീന്ദ്ര ഇറക്കുന്നില്ല. അപ്പോൾ അതാണ് നമ്മളുടെ രണ്ടാമത്തെ ബൈക്കിൻ്റെ കാര്യം. ഇനി നമുക്ക് മൂന്നാമത്തെ ബൈക്കിൽ കിടക്കാം. അടുത്തത് നമ്മളുടെ സുസൂക്കിൻ്റെ ഇൻട്രൂഡറാണ്. 2017 ഈ വണ്ടി ഇറങ്ങുന്നത്. 155cc ഒരു എഞ്ചിൻ കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് 13.4 BHP പവറും 13.8 Nm ഓഫ് ടോർക്കും ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അല്ല, പക്ഷേ ആൾക്കാർക്ക് ഇതിൻ്റെ ആ ഒരു അപ്പിയറൻസ് അത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്തില്ല. കാരണം ഇൻട്രൂഡർ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ബൈക്ക് ഉണ്ട്, 1800R പറഞ്ഞിട്ടൊരു വേരിയന്റ് സുസൂക്കിൻ്റെ ഉണ്ട്. അത് ചിലർ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, പമ്പന ഒരു ബൈക്കാണ്. അതായത് ഭീകര സൈസാണ് ആ വണ്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനായിട്ടാണ് സുസൂക്കി ഇത് ഇറക്കിയത്. പക്ഷേ അത് മൊത്തത്തിൽ ഫ്ലോപ്പായി. അതായത് ഒരു അവഞ്ചറിന് ഒരു ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവഞ്ചറിൻ്റെ മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ടായിരുന്നു ആക്ച്വലി സുസൂക്കി ശ്രമിച്ചത്. പക്ഷേ എന്തായാലും അതിൻ്റെ അടുത്ത് കൂടി വന്നിട്ടുണ്ടായിരുന്നില്ല. അവഞ്ചർ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ സുസൂക്കിൻ്റെ ഇൻട്രോഡ് അതോടെ നിർത്തി. വിത്തിൻ 1 or 2 ഇയർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ബൈക്ക് നമ്മളുടെ ഹോണ്ടൻ്റെ സ്റ്റണ്ണർ 125 ആണ്. അപ്പോൾ ഈ ബൈക്ക് ഒരു സെമി ഫെയ്ഡ് മോട്ടോർ സൈക്കിളാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പവർ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11.2 BHP നമുക്ക് പവർ കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരു 11 Nm ഓഫ് ടോക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് ഇതിൻ്റെ ഫസ്റ്റത്തെ വേരിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇഗ്നൈറ്റർ ഇറങ്ങിയ സമയത്താണ് ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് ഇഗ്നൈറ്റർ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ലോഡറായിട്ടായിരുന്നു ഇഗ്നൈറ്റർ ഇറങ്ങിയത് ഹീറോൻ്റെ. അതായത് സെമി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റണ്ണറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനലോഗ് മീറ്റർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത് പ്രിഫർ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഗ്ലാമർ ഇറങ്ങിയപ്പോൾ ഈ ഇഗ്നൈറ്ററും അവിടെ ഫ്ലോപ്പായി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു മൈലേജും നല്ലൊരു പവർ ഫിഗറൊക്കെ ഉള്ളൊരു ഡീസൻറ്റ് വണ്ടിയായിരുന്നു. പക്ഷേ അത് ഇങ്ങനത്തെ ആ ഇഗ്നൈറ്റർ കാരണം ഈ വണ്ടി ബാക്കിക്കായി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സ്റ്റണ്ടറിൻ്റെ കാര്യം. നെക്സ്റ്റ് ബൈക്ക് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ്. തണ്ടർബേർഡ് 500 ആണ് ബൈക്ക്. ഇത് വന്നത് 499 cc ഒരു എഞ്ചിനും അതേപോലെ തന്നെ 27.2 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനായിരുന്നു. ആൻഡ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടോർക്ക് കിട്ടുന്ന 41.3 Nm ഓഫ് ടോർക്കാണ് വണ്ടി ആ കാലത്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതെന്താ പറയുക, ഈ വണ്ടി അത്രത്തോളം സക്സസ് ആവാത്ത മെയിൻ റീസൺ ഇതിൻ്റെ ഫസ്റ്റത്തെ ആ ലുക്ക് ആൾക്കാർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. എന്തോ ആ ഒരു ഡിസൈൻ കാര്യങ്ങളും ആൾക്കാർ കുറേ ക്രിറ്റിസൈസ് ചെയ്ത് വിട്ട ഒരു വണ്ടിയാണത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് റോയൽ എൻഫീൽഡ് ശരിയാക്കാൻ നോക്കി, കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ പുതിയ കളേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അലോയ് വീൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൊത്തത്തിൽ ഒരു വണ്ടിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറ്റിയിട്ട് റോയൽ എൻഫീൽഡ് ട്രൈ ചെയ്തു. പക്ഷേ എന്നാലും കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പോൾ അതാണ് തണ്ടർബേർഡ് 500ൻ്റെ കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടോപ്പ് 5 എന്ന് പറയാൻ പറ്റില്ല, അതായത് എൻ്റെ ടോപ്പ് 5 എന്ന് പറയാം. ഓക്കെ, മല്ലു ആൻഡ് ത്രോട്ടിൽ വേർഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ലിസ്റ്റാണിത്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം എനിക്ക് വേണം. നമ്മളൊരു ഗ്രോയിങ് ചാനലാണല്ലോ, അപ്പോൾ നമ്മളെല്ലാ വണ്ടി ഭ്രാന്തന്മാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ബൈ.